നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഈ മഴ സമയത്താണ് ഈ കൊതുകിൻ്റെ ശല്യം ഏറ്റവും കൂടുതലായിട്ട് അനുഭവപ്പെടുന്നതും. അത് ഏറ്റവും കൂടുതൽ ഈ റബ്ബർ കർഷകരെ തന്നെയാണ്. കാരണം റബ്ബർ കർഷകർ രാവിലെ ആയിരിക്കും ഈ ടാപ്പർമാർ ടാപ്പിങ്ങിന് ഇറങ്ങും, പാലെടുക്കുന്നവർ പാലെടുക്കാൻ ഇറങ്ങും. അപ്പോൾ അവരെയൊക്കെയാണ് കൂടുതലായിട്ടും ഈ കൊതുക് ആക്രമിക്കുന്നത്. അപ്പോൾ കൊതുകടിയിലൂടെ പലവിധ രോഗങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ നമുക്ക് ഈ കൊതുകിനെ എങ്ങനെ നിഷ്പ്രയാസം ഓടിക്കാം, അതാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുന്നെങ്കിൽ മുഴുവൻ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. മഴയത്ത് കൊതുക് ശല്യം കൂടിയോ 3 മിനിറ്റ് കൊണ്ട് അടിച്ചോടിക്കാം. മാരകമായ പല രോഗങ്ങളും പരത്തുന്നതിൽ ഏറ്റവും വലിയ വില്ലൻ കൊതുകാണ്. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലാണ് കൊതുക് മുട്ടയിടുന്നത്. നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ, ചുറ്റുവട്ടത്ത് ഇത്തരം സാഹചര്യമുണ്ടെങ്കിൽ അത് ഒഴിവാക്കുകയാണ് കൊതുകിനെ തുരത്താൻ ആദ്യം ചെയ്യേണ്ടത്. വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങൾ, കൊതുകിനെ തുരത്താൻ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സെപ്റ്റിക് ടാങ്കുകളും വെള്ളം സൂക്ഷിക്കുന്ന സംഭരണികളും എല്ലാം അടച്ചു വെക്കണം. കുടിക്കാനും കുളിക്കാനും ഉപയോഗിക്കാത്തതുമായ ജലശേഖരങ്ങളിൽ കൊതുകിൻ്റെ മുട്ട വിരിഞ്ഞിറങ്ങുന്ന ലാർവകളെ നശിപ്പിക്കാൻ മണ്ണെണ്ണയോ മറ്റ് ലായനികളോ തളിക്കാം. പച്ചക്കർപ്പൂരം വീടിനകത്ത് 20 മിനിറ്റ് കത്തിച്ച് വയ്ക്കുന്നതും കൊതുകിനെ ഓടിക്കാനുള്ള വഴിയാണ്. കൊതുക് വലകൾ ഉപയോഗിച്ച് വാതിലും ജനലും മൂടുക. ജനലുകളും വാതിലുകളും സന്ധ്യയ്ക്ക് മുമ്പ് അടച്ചിട്ട് അവ നേരിയ കമ്പി വല ഉപയോഗിച്ച് മൂടണം. കൊതുകിൽ നിന്ന് രക്ഷ നേടാനുള്ള ഉത്തമ മാർഗമാണ് വെളുത്തുള്ളി ചതച്ചെടുത്ത് വെള്ളത്തിലിട്ട് ചൂടാക്കിയ ശേഷം മുറിയിൽ തളിച്ചാൽ കൊതുകിനെ അകറ്റാം. ഗ്രാമ്പുവിൻ്റെയും നാരങ്ങയുടെയും മണം കൊതുകിന് അലൗസരമുണ്ടാക്കും എന്നാണ് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. നാരങ്ങയ്ക്കൊപ്പം നാരങ്ങയും ഗ്രാമ്പുവും കറുവപ്പട്ടയും ഇട്ട് തിളപ്പിച്ച വെള്ളം തണുത്തതിന് ശേഷം റൂമിൽ സ്പ്രേ ചെയ്താൽ കൊതുക് ശല്യം ഉണ്ടാകില്ല. പിന്നെ അടുത്ത മാർഗ്ഗം എന്താണെന്ന് നോക്കാം. വേപ്പില എണ്ണ ശരീരത്ത് പുരട്ടുന്നത് കൊതുക് കടിക്കാതിരിക്കാൻ സഹായിക്കും. പിന്നെ അടുത്ത മാർഗ്ഗം, കർപ്പൂരവും വേപ്പും. കർപ്പൂരത്തിനൊപ്പം ആര്യവേപ്പില കൂടി ഉണക്കി കത്തിച്ചാൽ കൊതുക് വരില്ല. വേപ്പെണ്ണ മുറിയിൽ സ്പ്രേ ചെയ്യുന്നതും കൊതുകിനെ ഓടിക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ കൊതുകിനെ നിഷ്പ്രയാസം ഓടിക്കാവുന്നതാണ്. അപ്പോൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.